ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിൽ ഞങ്ങളെ ദൂരത്തും ചാരത്തുമായി ശ്രവിക്കുന്ന എല്ലാ മാന്യരായ ദൈവമക്കൾക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത് ദൈവം നമ്മോട് കൂടെ. അതിൻ്റെ മനപ്പാഠവാക്യം നമുക്ക് നൽകിയിരിക്കുന്നത്, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. വെളിപ്പാട് 2:3. നമുക്കറിയാം, എഫെസോസ് സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ അവിടെയുള്ള സഭയുടെ അത്യധികമായ ആത്മീയ അനുഭവങ്ങളെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാൻ കഴിയും. നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും നീ തളർന്നു പോകാഞ്ഞതും ഞാൻ ഓർക്കുന്നു എന്ന് അവിടെ പറയുന്നതായി കാണുവാൻ കൊണ്ട് സാധിക്കും. അപ്പോൾ വളരെ പ്രത്യാത്മകമായ, വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് എഫെസോസ് സഭ മുന്നിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വേദശകലം എഴുതുവാൻ കാരണമായി തീർന്നത്. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ നടുവിലൂടെ പോകുമ്പോഴും അവരുടെ ആദ്യ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വളരെ കഠിന പ്രയത്നം ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. എങ്കിലും ആ വേദശകലം താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, എങ്കിലും ഒരു കുറവ് നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെടുക. നമുക്കറിയാം, ഇന്ന് സഹിഷ്ണുത വിലേശമില്ലാത്ത ഒരു ക്രൈസ്തവ ലോകത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ആത്മീയതയുടെ മൂടുപടമണിഞ്ഞ കൊടിയ നായ്ക്കളാൽ ആവരണം ചെയ്യപ്പെട്ട ഒരു പ്രതലമായി ആത്മീയ മണ്ഡലങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആത്മീയനെയും അനാത്മീയനെയും വേർതിരിച്ചറിയുവാൻ കഴിയാത്ത നിലയിൽ വസ്തുതകൾ വന്നെത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. ഇവിടെ പറയുന്നത്, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. അപ്പോൾ എഫെസോസ് സഭ കടന്നുപോയ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ സഭയ്ക്ക് ഒരു ആത്മീയ നിലനിൽപ്പ് ദൈവം മുൻപാകെ ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം പര്യാപ്തമായി തീരും. ആ ആത്മീയ അനുഭവങ്ങളെ പങ്കുവെച്ചുകൊണ്ട് അവർ ദൈവോന്മുഖരായി, ദൈവമുള്ളവരായി, ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലൂടെ നിരന്തരമായി സഞ്ചരിക്കുന്നതായ ആ ഒരു നല്ല അനുഭവം അവർക്കുണ്ടായിരുന്നതായി കാണുവാൻ കൊണ്ട് സാധിക്കും. ഇവിടെ നമ്മൾ അറിയേണ്ടത്, ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചല്ലോ, ഇന്നത്തെ ക്രൈസ്തവ ലോകം ആത്മീയ ദർശനം നഷ്ടപ്പെട്ട്, ആത്മീയ അനുഭവം നഷ്ടപ്പെട്ട്, ആത്മീയ പ്രബുദ്ധത നഷ്ടപ്പെട്ട് ഈ ലോകത്തിൽ നിന്നയും പഴിയും ദുഷിയുമെല്ലാം ഏറ്റുവാങ്ങി ദൈവത്തെ അറിയാത്തവരെ പോലെ ജീവിക്കുമ്പോൾ നമുക്ക് എന്തു ചെയ്യുവാനാണ് കഴിയുക? ഒരു ക്രിസ്തുതുല്യമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഏതൊരു വ്യക്തിയെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. സഭയുടെ ശുശ്രൂഷകനായിരുന്നാലും, ഐമേനികളായിരുന്നാലും, വിശ്വാസികളായിരുന്നാലും, സഭയുടെ മേൽഘടകത്തിലെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവരായിരുന്നാലും, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെയാണ് വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ക്രിസ്തുയേശുവിലുള്ള ഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നാം എന്തു ചെയ്യണമെന്ന് കൂലങ്കഷമായി ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. കാരണം
നാം മനസ്സിലാക്കേണ്ടതുപോലെ വസ്തുതകളെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കി ദൈവഭക്തന്മാരായി തീരേണ്ടത്, ദൈവോന്മകന്മാരായി തീരേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ആയതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ ഈ ശബ്ദപരിധിയിൽ ശ്രവിക്കുന്ന മാന്യ സഹോദരങ്ങളെ, നമുക്ക് ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിക്കാൻ ഒരു പക്ഷേ പറ്റിയേക്കും. അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ ലോകം മുഴുവനും ആകമാനം വെട്ടിപ്പിടിച്ചിട്ടും അവസാനമായി ഒരു വാക്ക് പറയുന്നുണ്ട്, ഞാൻ ഈ ലോക സാമ്രാജ്യങ്ങളെയെല്ലാം വെട്ടിപ്പിടിച്ചെങ്കിലും എൻ്റെ മരണസമയത്ത് ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എങ്ങനെ പുറപ്പെട്ടു വന്നോ ഞാൻ അതുപോലെ തന്നെ മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് അത് തൻ്റെ 2 കരങ്ങളും പുറത്തിട്ട്, ശവപ്പെട്ടിക്ക് പുറത്തിട്ട് താൻ യാത്രയാകുന്നതായി ചരിത്രാതീതമായി പഠിക്കുവാനും കേൾക്കുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഓർക്കുക, സഹിഷ്ണുതയാണ് ഒരു വ്യക്തിയുടെ ആത്യന്തികമായ അനുഭവം. സഹിഷ്ണുതയില്ലെങ്കിൽ ഒരു ആത്മീയനായി മാറാൻ കഴിയുകയില്ല. ഒരു ആത്മീയനായി മാറണമെങ്കിൽ സഹിഷ്ണുതയോടെ സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നേറുന്ന ഒരു നല്ല അനുഭവം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് സഹിഷ്ണുതയോടെ മുന്നേറുവാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? നാം ക്രിസ്തുവിൽ ജനിക്കണം. നാം ക്രിസ്തുവിൽ ജീവിക്കണം. ക്രിസ്തുവിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്തവർക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിക്കുവാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് സഹിഷ്ണുതയോടെ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നേറ്റത്തിലേക്ക് നയിക്കപ്പെടുവാൻ, ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാം എന്ന് കരുതുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അതായിരിക്കും വലിയ കാര്യം. അതിനപ്പുറമായിട്ടൊന്നും തന്നെ ഇല്ല എന്ന് ഇത്തരണത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു ആത്മീയ തലമുറയായി നാം മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. ഒരു ആത്മീയ തലമുറയായി മാറ്റപ്പെടണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളെ നയിക്കുവാൻ ഇടയായിത്തീരണം. ആയതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ശബ്ദപരിധിയിൽ എന്നെ കേട്ട ഏവരോടും ഒരു കാര്യം ഓർപ്പിക്കാം. സഹിഷ്ണുതയാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. സഹിഷ്ണുതയോടെ ക്രിസ്തീയ ജീവിതം മുന്നേറ്റത്തിലേക്ക് നയിക്കപ്പെട്ട് ക്രിസ്തുവിനെ സേവിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീർന്ന് ക്രിസ്തു തുല്യരായി നിലകൊള്ളുവാൻ തക്കോണം എവരെയും ഞങ്ങൾ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. നിങ്ങളാൽ ഈ രാജ്യം ധന്യമാക്കപ്പെടുവാൻ, നിത്യതയുടെ അവകാശത്തെ പ്രാപിക്കുവാൻ എവരെയും ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ശബ്ദപരിധി ഞങ്ങളെ കേട്ട എല്ലാ മാന്യരായ ദൈവമക്കൾക്കുമായി സ്തോത്രം. സ്വർഗീയ അനുഗ്രഹങ്ങളാൽ അവരെ നിറയ്ക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടാകാം, ദുഃഖത്തിലായിരിക്കുന്നവരുണ്ടാകാം, കടഭാരത്തിലായിരിക്കുന്നവരുണ്ടാകാം, വിവിധങ്ങളായ പ്രശ്നങ്ങളുടെ മുൻപിലായിരിക്കുന്ന എല്ലാവരെ ആശ്വസിപ്പിക്കണം. ഒരു ധന്യമായ ദിവസം ഈ പകൽക്കാലം വീണ്ടും അവിടുന്ന് അവർക്ക് നൽകണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും താഴ്മയേടുകൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ യാചനകൾ കുമാറാകണമേ. ആമേൻ. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷ കേട്ട എല്ലാ മാന്യരായ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊരു നല്ല നാളുകളെ ദൈവം ദാനം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.